പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വാർത്താ ദിനം തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട വിശേഷം തിരഞ്ഞെടുപ്പാണല്ലോ. അതിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് നമ്മൾ ഇന്നത്തെ ഹെല്ലോ മലയാളം തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. എലത്തൂരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിലും സ്ഥാനാർത്ഥിയുടെ പേരിലും കൺഫ്യൂഷൻ. 3 തവണ ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച AK ശശീന്ദ്രന് ഇത്തവണ ലഭിച്ച ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യനാണ്. പകരം എതിരാളിയായ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രനാണ് ക്ലോക്ക് അനുവദിച്ചത്. ചിഹ്നത്തിലെ ആശയക്കുഴപ്പവും സ്ഥാനാർത്ഥിയുടെ പേരിലെ സാമ്യവും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിക്കുണ്ട്. എന്നാൽ ചിഹ്നം മാറിയത് പ്രതികൂലമായി ബാധിക്കില്ലെന്നും വോട്ടർമാർ ഇത്തവണയും LDF-നെ തിരഞ്ഞെടുക്കുമെന്നും AK ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചിഹ്നം ഒരിക്കലും ഒരു പ്രതികൂലമായി ബാധിക്കില്ല. ഞാൻ തന്നെ 3 തെരഞ്ഞെടുപ്പിൽ 3 ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ആദ്യം ചർക്കയിലായിരുന്നു, പിന്നെ ക്ലോക്കിലായി, അതിനു മുമ്പേ പിന്നെ പശുവും കിടാവുമായി. ഇങ്ങനെ പല തെരഞ്ഞെടുപ്പ് ചിഹ്നമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, സാധാരണക്കാർക്ക് പെട്ടെന്ന് അവർ ചൂസ് ചെയ്യേണ്ട സ്ഥാനാർത്ഥി ആരെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആകാശ് തരത്തിൽ നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഈ എലത്തൂരിലെ കാര്യമാണ്. എലത്തൂരിൽ കഴിഞ്ഞ 3 വട്ടവും AK ശശീന്ദ്രൻ മത്സരിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്ലോക്ക് ചിഹ്നത്തിലാണ്. ഇത്തവണ ക്ലോക്ക് ചിഹ്നം കിട്ടിയില്ല എന്ന് മാത്രമല്ല, NCPയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലോക്ക് ചിഹ്നത്തിൽ ഇനി അവിടെ മത്സരിക്കുന്നയാളുടെ പേരിലെ സാമ്യം പോലും തലവേദനയുമാണ്. അപ്പം ഇതൊന്നും പ്രശ്നമല്ലെന്ന് AK ശശീന്ദ്രൻ പറയുന്നു. എങ്ങനെയാണ് നിലവിലെ എലത്തൂരിലെ സാഹചര്യം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, സ്ഥാനാർത്ഥിത്വം മുതൽ വലിയ വിവാദമായിരിക്കുകയാണ് എലത്തൂർ മണ്ഡലം. ഇത്തവണ ഇടതിൻ്റെ സ്ഥാനാർത്ഥിയായി, LDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണയും AK ശശീന്ദ്രനാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ 3 തവണയായി മത്സരിച്ച ചിഹ്നം ക്ലോക്ക് അടയാളമായിരുന്നു. എന്നാൽ ഇത്തവണ അത് അജിത് പവാർ വിഭാഗത്തിൽപ്പെട്ട PK ശശീന്ദ്രനാണ് ക്ലോക്ക് അടയാളം ലഭിച്ചത്. അത് വലിയ രീതിയിൽ തന്നെ തലവേദനയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ. കാരണം ഇത്ര നാളായിട്ട് 3 ടേമായിട്ട് തന്നെ ആളുകൾ ക്ലോക്ക് അടയാളത്തിലായിരുന്നു AK ശശീന്ദ്രന് വോട്ട് ചെയ്തിരുന്നത്. കൂടാതെ തന്നെ പേരിലെ സാമ്യം PK ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ എന്നീ പേരിലെ സാമ്യത്തിനുപരി ഇപ്പോൾ ക്ലോക്ക് അടയാളം AK ശശീന്ദ്രൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് എലത്തൂരിലെ LDF നേതൃത്വം കടന്നത്. ആളുകൾക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, പ്രായമായ ആളുകൾ മുതൽ വോട്ട് ചെയ്യാനായി എത്തുമ്പോൾ ഈ AK ശശീന്ദ്രൻ എന്നുള്ള പേരും PK ശശീന്ദ്രൻ എന്നതും ഉൾപ്പെടെ ഈ അടയാളവും കൂടി കൺഫ്യൂഷൻ ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്നാൽ AK ശശീന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്, ഇത് തനിക്ക് പ്രതികൂലമായി ബാധിക്കില്ല. താൻ പല ചിഹ്നങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പശുക്കിടാവിൻ്റെ ചിഹ്നത്തിലും ക്ലോക്കിലും പശുക്കിടാവും കൂടാതെ ചർക്കയിലും ഉൾപ്പെടെ മത്സരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ചിഹ്നം തനിക്കൊരു പ്രതികൂലമായി ബാധിക്കില്ല. അതെല്ലാം നമ്മുടെ LDF-ന്റെ പ്രവർത്തകർ ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവരെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ നിർണായകമായൊരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ടേമിലായിട്ട് AK ശശീന്ദ്രൻ മത്സരിച്ചിരുന്ന ചിഹ്നമായ ക്ലോക്ക് അടയാളം അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അത് അജിത് പവാർ വിഭാഗത്തിലുള്ള PK ശശീന്ദ്രനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ AK ശശീന്ദ്രന് ലഭിക്കേണ്ട ചില വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ UDF-നായിരിക്കും ഗുണം ചെയ്യുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും എലത്തൂർ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകൾ ഉൾപ്പെടെ, LDF കുത്തകയായിരുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ LDF-ന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ തന്നെ ഇത്തവണ UDF ഒരു ശക്തമായ സ്ഥാനാർത്ഥിയാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ദിവ്യ ബാലകൃഷ്ണനെയാണ് ഇറക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ കൂടുതൽ ഇങ്ങനെ 2 സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ വോട്ട് കൂടുതൽ PK ശശീന്ദ്രന് ലഭിക്കാനും കൂടാതെ UDF-ന് ഒരു മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ UDF-ന്റെ ഭാഗത്ത് നിന്ന്. AK ശശീന്ദ്രനും PK ശശീന്ദ്രനും ഒക്കെ ഉണ്ട്, ചിഹ്നങ്ങളിൽ മാറ്റമുണ്ട്. എങ്ങനെയൊക്കെ എലത്തൂരിലെ കാര്യങ്ങൾ പോയി. എലത്തൂരിൽ പിന്നെ നമുക്കറിയാലോ, സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അവിടെ തുടങ്ങിയ തർക്കങ്ങളൊക്കെയാണ്. ആ തർക്കത്തെ ഇപ്പം ഈ വിധത്തിൽ കലാശിക്കുകയും ചെയ്തു.